സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഏവർക്കും ഉപകാരപ്രദമായ ഭാഗ്യങ്ങൾ വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറച്ച് എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സുദർശന TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ കഴിയും. ദോഷപരിഹാരങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുവാൻ കഴിയും. ഈശ്വരാനുഗ്രഹം വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കുവാനും കഴിയും. 2022 സംബന്ധിച്ചിടത്തോളം പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം, വിദേശ രാജ്യങ്ങളിൽ തൊഴിലിന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമാണ്. വിദേശത്ത് പോകാൻ കഴിയുന്ന 19 നാളുകൾ ഈ വർഷത്തെ ഗൃഹനില കണക്കനുസരിച്ച് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടി എടുത്തിട്ടുണ്ട്. വിദേശ ജോലിക്ക് സാധ്യതയുള്ള നാളുകൾ കാർത്തിക, രോഹിണി, മകയിരം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, രേവതി തുടങ്ങിയ നാളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദോഷമകന്ന് ആഗ്രഹം, ചിരകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുന്ന ഈ 19 നാളുകൾ. അപ്പോൾ ഈ ആഗ്രഹം സഫലീകരിക്കണം എന്ന് പറയുമ്പോൾ അതിന് ചില ദൈവികമായ കർമ്മങ്ങൾ കൂടി അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടാതെ നിലനിൽക്കണം, എന്നാലേ ഇത് സാധ്യമാവുകയുള്ളൂ. ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ പ്രധാനമായും ശനിപ്രീതി വരുത്തണം. അതായത് ശനിദേവനായിരിക്കുന്ന അയ്യപ്പ സന്നിധിയിലെത്തി എള്ളുപായസം, അതുപോലെ തന്നെ എള്ളുകിഴി തുടങ്ങിയവ നടത്തുക. എന്നിട്ട് പ്രാർത്ഥനാനിരതമായിട്ട് അയ്യപ്പ സന്നിധിയിൽ നിൽക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം തുറന്ന് അയ്യപ്പനോട് പറയുക. അതുപോലെ തന്നെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെത്തുക. ശിവപാർവതിമാരുടെ ഒരു ചേർച്ചയാണ്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെത്തി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിഷയം അവിടെയും ഈശ്വരനോട് പറയാം. അതിനുശേഷം അവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ, മഹാഗണപതി ക്ഷേത്രത്തിലെത്തി കറുകമാല സമർപ്പണവും അതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കലും. നിങ്ങളുടെ അതായത് ശിരസിന് നാളികേരം ചുറ്റി അത് വളരെ പൂജാപരമായും വളരെ ഹൃദയപരമായും ഈശ്വരപരമായും തലയിൽ 3 നാളികേരം ചുറ്റിയെടുത്തതിന് ശേഷം അത് ഉടയ്ക്കുക. കറുകമാലയും ഈ നാളികേരം ഉടയ്ക്കലും മഹാഗണപതി ക്ഷേത്രത്തിൽ ചെയ്തിട്ട് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് മഹാഗണപതിയോട് പ്രാർത്ഥിക്കുക. സകല വിഘ്നങ്ങളും അകറ്റി എനിക്ക് വിദേശവാസത്തിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ പ്രധാന വഴിപാടായി സമർപ്പിക്കണം. ശേഷം അതിൻ്റെ പ്രസാദം വീട്ടിലുള്ള എല്ലാവർക്കും നൽകുക. തീർച്ചയായിട്ടും ഭദ്രകാളി സന്നിധിയിൽ പ്രാർത്ഥനാനിരതമായി നിൽക്കുക. ഈ പ്രസാദം വാങ്ങുക, അത് കഴിക്കുക. ഈ പറയുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. നവഗ്രഹ പ്രതിഷ്ഠാ പൂജകളിൽ പങ്കെടുക്കുക. അവിടെയും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുക. ഈ ഈശ്വര ചൈതന്യങ്ങളുടെ അരികിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ 19 നാളുകൾക്ക് വിദേശവാസം ലഭിക്കുമെന്നതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. കാരണം 2022 ഗൃഹനില വിചിന്തനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും നാളുകാർക്ക് വിദേശവാസ യോഗ്യം കാണുന്നുണ്ട്. അത് ജോലിക്കായിട്ടാകാം, ചിലപ്പോൾ പഠനത്തിനായിട്ടായിരിക്കാം, പ്രധാനമായും ജോലിക്കായിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായും ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം സന്തോഷപ്രദമാക്കുക, ആനന്ദപ്രദമാക്കുക. കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒപ്പം നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.